തീവണ്ടി. ഒരു തീവണ്ടി നിർത്തിയിടുമ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കും അടുത്ത യാത്രയുടെ തുടക്കമാണ് എന്ന്. രാത്രിയുടെ തണുപ്പിനെയും പകലിൻ്റെ ചൂടിനെയും അതിജീവിച്ച് അത് തൻ്റെ യാത്രയിലാണ്. രാത്രികാലങ്ങളിലാണ് കൂടുതലും യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം അവൾക്ക് സൂര്യൻ്റെ കിരണങ്ങളെക്കാളും ഇഷ്ടം കോച്ചി പിടിക്കുന്ന തണുപ്പിനെയല്ല, നേർത്ത മഞ്ഞിൻ്റെ തണുപ്പിനെയാണ്. തൻ്റെ യാത്രയിൽ താൻ മാത്രമായിരുന്നില്ല. തന്നോടൊപ്പം കൂടെ നേർത്ത തണുപ്പും വേഗത കൂട്ടിയും കുറച്ചും വന്നിരുന്നു. ഓരോ വളവുകളും ഓരോ പാളങ്ങളും വഴിവിളക്കുകളും താനും തൻ്റെ കൂട്ടുകാരിയും വർഷങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കിയിരുന്നു. താൻ എന്ന തീവണ്ടിയിൽ നിറയെ സ്ത്രീയും പുരുഷനും വൃദ്ധന്മാരും കുട്ടികളും പിന്നെ മരിച്ചുപോയ എത്രയോ ആത്മാക്കളും തമ്മിലറിയാതെ മിണ്ടാതെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആ ആത്മാക്കളിലും സ്ത്രീയും പുരുഷനും കുട്ടികളും കമിതാക്കളും എല്ലാം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി താൻ എന്ന തീവണ്ടി കയറിയിറങ്ങിപ്പോയ മൃഗങ്ങളുടെ ആത്മാക്കളും ഉണ്ടായിരുന്നു. തണുപ്പിൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നും താൻ മറുപടി പറയാതെ ഇരിക്കുമ്പോൾ അവൾ വാശിക്ക് എന്ന പോലെ കൂടുതൽ തണുപ്പ് എന്നിലേക്ക് പ്രഹരിക്കുകയും ചെയ്തിരുന്നു. അവൾക്കറിയാം ഒരു പരിധിയിൽ കൂടുതൽ തണുപ്പ് തനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന്. പക്ഷേ എന്നാലും ചിലപ്പോൾ ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഞങ്ങളുടെ ആ ചെറിയ മത്സരം ഒരു പൊട്ടിച്ചിരിയിൽ അവസാനിക്കാറാണ് പതിവ്. സ്ത്രീകൾ എന്നതിന് തീവണ്ടിയോട് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം തീവണ്ടിയെപ്പോലെ എത്ര ഭാരം ചുമക്കാനും അത് ചുമന്നുകൊണ്ട് എത്ര ദൂരം ഓടാനും അവർക്ക് മാത്രമേ കഴിയുള്ളൂ. സ്ത്രീയുടെ ശരീരം മനസ്സും ഇരുമ്പ് പോലെയാണ്. ഓരോ സ്ത്രീയുടെയും മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാറ്റിനറിയാമായിരുന്നു തീവണ്ടിയോടൊപ്പമുള്ള യാത്രയിൽ എന്താണ് തീവണ്ടി ചിന്തിക്കുന്നതും ചിന്തിക്കാതിരിക്കുന്നതും ചിന്തിച്ച് കഴിയുന്നതുമായ കാര്യങ്ങൾ. അവർക്കിടയിൽ ഒരിക്കലും മൂകത ഉണ്ടാകാറില്ലായിരുന്നു. കാരണം തീവണ്ടിക്ക് അറിയാമായിരുന്നു കാറ്റിനെയും അവളുടെ രൗദ്രഭാവങ്ങളെയും ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും താളം കാറ്റിൻ്റെ വേഗതയിലൂടെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പട്ടണങ്ങളിലൂടെ തൻ്റെ യാത്രയുടെ സമയത്ത് ഞങ്ങൾ പട്ടണവാസികളെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ അവിടുത്തെ യാത്രക്കാർ എല്ലാം പതിവിലും തിരക്കിലായിരിക്കും. പട്ടണങ്ങളിലൊരു യാത്ര ഞങ്ങൾക്ക് അത്ര പ്രിയമുള്ളതായിരുന്നില്ല. ശ്വാസം മുട്ടിക്കുന്ന ചൂടുകാറ്റും ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളുമായിരുന്നു. വിദ്യാഭ്യാസ സമ്പന്നരായിരുന്നെങ്കിലും സംസ്കാരം തീരെയില്ലാത്ത മനുഷ്യരെന്ന് ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിരുന്നു. പിന്നീടുള്ള യാത്ര കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൂടെയായിരുന്നു. താഴ്വാരങ്ങളിലൂടെ ആയിരുന്നു. അവിടെ ഞങ്ങൾ നിഷ്കളങ്കരായ മനുഷ്യരെയും നെല്ലിൻ്റെയും മരങ്ങളുടെയും ഗന്ധം ഏറ്റുപോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ സ്ത്രീകളെല്ലാം നിഷ്കളങ്കരായിരുന്നു. ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും ആയിരുന്നു. ഞങ്ങളുടെ യാത്ര കാണാൻ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഹരമായിരുന്നു. ഗ്രാമത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചതും അവിടുത്തെ സുന്ദര ദൃശ്യങ്ങളെ പറ്റിയായിരുന്നു. അറിയാതെ തന്നെ ഞങ്ങളും ആ സൗന്ദര്യത്തിൽ ലയിച്ചു പോവുകയായിരുന്നു യാത്ര. ഇടയ്ക്കൊക്കെ വഴിമാറി സഞ്ചരിച്ചിരുന്ന കാറ്റിനെ കാണാതെ വെമ്പിൽ കൊണ്ട് താൻ മൗനമായി തൻ്റെ വഴികളിലൂടെ ചിന്തിച്ചു പോയിക്കൊണ്ടിരുന്നു. കാറ്റിനോടൊപ്പം തനിക്കും ഇഷ്ടത്തിന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലോ. പക്ഷേ എൻ്റെ പാത മാറ്റാൻ തനിക്കാവുമായിരുന്നില്ല. കാരണം ജീവിതമാകുന്ന യാത്രയിൽ തനിക്ക് മുന്നേ സൃഷ്ടികർത്താവ് വരച്ചുപോയ വഴികൾ താൻ പിന്തുടരണമായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ പോലും വഴിമാറി സഞ്ചരിക്കാൻ തീർത്തും കഴിയുമായിരുന്നില്ല. കാരണം അത് ഒരു ഉടമ്പടിയായിരുന്നു. പ്രപഞ്ചനാഥനും താനും തമ്മിലുള്ള ഉടമ്പടി. അതിനെ തിരുത്താൻ അവകാശം നിഷേധിക്കപ്പെട്ട താനോ ആ ഭാരം ചുമന്ന് മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമായിരുന്നു. ഉച്ചവെയിലിൻ്റെ കൊടും ചൂടും പേറി കാറ്റിലും വലിഞ്ഞും ഒടുവിൽ ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ ഒന്ന് മയങ്ങുവാനോ മതിയാവോളം വെള്ളം കുടിക്കുവാനോ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള ഇടനേരം പോലും തരാതെ വീണ്ടും മുന്നോട്ട് ചലിപ്പിച്ചു. വീണ്ടും രാത്രിയുടെ നിശബ്ദങ്ങളിലൂടെ കോരിത്തരിപ്പിക്കുന്ന തണുപ്പിലൂടെയും പകലോൻ്റെ പൊള്ളുന്ന ചൂടുകളിലൂടെയും താൻ ഓടിത്തളരുമായിരുന്നു. ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഭാരങ്ങൾ പേറി. ഒടുവിലിതാ എല്ലാ രീതിയിലും നീ എന്ന കൽക്കരി വണ്ടി അസ്ഥിപഞ്ജരമായപ്പോൾ ഒരിക്കലും ഇനി വേണ്ട എന്ന പോലെ മരണത്തിന് വേണ്ടി ഒതുക്കിയിട്ടു.